ആ അറസ്റ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ ഒരുപാട് പരിണിതികളുണ്ടായിട്ടുണ്ട് ഇൻഡസ്ട്രിക്കകത്ത്. അതിനെ നമ്മൾ കാണാതെ പോകരുത്. തിരിച്ച് ഇപ്പോൾ ഈ വിധിന്യായം വരുമ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസ് അന്വേഷിച്ച ഒരു കേസ്, ഏറ്റവും ശുഷ്കാന്തിയോടുകൂടി പ്രോസിക്യൂഷൻ നടത്തിയൊരു കേസ്, അതിൽ ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടാവുമ്പോൾ ആ വിധിന്യായം കാണേണ്ടതുണ്ട്, അത് വിശദമായിട്ട് വായിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ആ വിധിന്യായത്തിൽ പറയുന്ന കാര്യങ്ങളെ കാണാതെ പോകരുത്, അഡ്രസ്സ് ചെയ്യാതെ പോകരുത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഒരു സംഘടന എന്ന നിലയിൽ കടക്കാൻ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ ഈ കേസിൻ്റെ പ്രത്യാഘാതങ്ങളിലൂടെ കടന്നുപോയ ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കോടതി വിധി വന്നപ്പോൾ തന്നെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കണമോ എന്നുള്ള കാര്യം ആലോചിക്കുകയാണ്. അതിനർത്ഥം ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയല്ലേ? അല്ലല്ലോ, അത് സാങ്കേതികത്വമല്ലേ. ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ സംഘടനയിൽ നിന്ന് ക്രിമിനൽ കുറ്റാരോപിതരായവരെ സസ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഉത്തരവാദിത്തപ്പെട്ട കോടതി പറയുകയാണ് അയാൾ കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞാൽ അയാളുടെ മൗലിക അവകാശമാണ് സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഞാനൊരു വിശേഷ അധികാരം ഉപയോഗിക്കുന്നില്ല. അത് സംഘടനയുടെ കമ്മിറ്റി ചർച്ച ചെയ്ത് ആ കാര്യം തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടില്ല ഇക്കാര്യത്തിനകത്ത്. അപ്പോൾ അത് സ്വാഗതം ചെയ്യുകയോ തിരസ്കരിക്കുകയോ അല്ലല്ലോ ഇതിനു വേണ്ട. അത്തരത്തിലുള്ള ദ്വന്ദ്വത്തിന് എന്താ പ്രസക്തിയുള്ളത്? എനിക്കോ നിങ്ങൾക്കോ അതിനുള്ള പ്രസക്തിയില്ലല്ലോ. കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധി നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ അതിൽ നമ്മൾ അമിതാഹ്ലാദം കൊള്ളുകയോ അതിനോട് പ്രതിഷേധിക്കുകയോ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും നമുക്കില്ലല്ലോ. നമുക്ക് ആ ലീഗൽ പ്രോസസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഒരു ഘട്ടത്തിലും ഇതുമായിട്ടുള്ള അന്വേഷണത്തോട് ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ നിരവധി അംഗങ്ങളെ പോലീസുകാർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു മര്യാദയും ഇല്ലാതെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ